ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. കർത്താവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, പുതുവത്സരത്തിൻ്റെതായ പ്രാർത്ഥന ആശംസകൾ ഒരിക്കൽ കൂടി ദൈവമക്കളെ അറിയിക്കുകയാണ്. 2025 ഈ വർഷത്തെ സ്വീകരിക്കുന്ന രാത്രിയുടെ പ്രാർത്ഥനാ നിമിഷങ്ങളിൽ ദൈവം നമുക്ക് നൽകിയ സന്ദേശം പൂർണ്ണതയോടുകൂടെ ദൈവ തിരുസന്നിധിയിലാകുക എന്നുള്ളതാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഓരോ വഴികളിലും പൂർണ്ണതയുടെ ഒരു അനുഭവം ഉണ്ടാകുന്ന, നാം എത്തിപ്പെടേണ്ട മേഖലകളിൽ എത്തിപ്പെടുന്ന, ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന, പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന ദൈവബന്ധത്തിലും മാനുഷിക ബന്ധത്തിലും പൂർത്തീകരിക്കപ്പെട്ട ഒരു അനുഭവം 2025 സ്വർഗസ്ഥനായ ദൈവം നമുക്ക് നൽകും. ഒരു ചെറിയ ചിന്തയ്ക്ക് വേണ്ടി ഒരു വേദഭാഗം വായിക്കാം. സംഖ്യാപുസ്തകം 32-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം ഇങ്ങനെ തുടങ്ങുന്നു. കെനിസ്യനായ യെഫുന്നയുടെ മകൻ കാലേബും നൂന്റെ മകൻ യോശുവായും ദൈവത്തോട് പൂർണ്ണമായി ചേർന്നതുകൊണ്ട് അവരല്ലാതെ മിസ്രയിൽ നിന്ന് പോന്നവരിൽ 20 വയസ്സ് മുതൽ മേലോട്ടുള്ള ഒരുവനും ഞാൻ അബ്രാഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശം കാണുകയില്ല, അവർ എന്നോട് പൂർണ്ണമായി ചേർന്ന് നിന്നില്ല. യോശുവായും കാലേബും ദൈവത്തോട് ശക്തമായി ചേർന്ന് നിന്നു. ദൈവത്തോട് ചേർന്ന് നിന്ന യോശുവായും കാലേബും ദൈവം അയച്ച മോശയോട് ചേർന്ന് നിന്നു. ഒരുമിച്ച് പ്രവർത്തിച്ചു, ഒരുമിച്ച് ജീവിച്ചു, ഒരുമിച്ച് സന്തോഷത്തിൽ നടന്നു. ദൈവം അത് കണ്ട് ഏറെ സന്തോഷിച്ചു. നാം പൂർണ്ണമായി ദൈവത്തോട് ചേർന്നിരിക്കുകയും സഹോദരങ്ങളോട് ചേർന്നിരിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന് ഏറെ സന്തോഷമാണ്. പൂർണ്ണമായി ദൈവത്തോട് ചേരുക. നമുക്ക് ചില തീരുമാനങ്ങൾ ഈ വർഷം എടുക്കാൻ ദൈവം ഭാഗ്യം തരും. കൂടുതൽ ദൈവിക കാര്യങ്ങളോട് ചേർന്ന്, ദൈവത്തോട് ചേർന്ന് ഈ യോശുവായും കാലേബും കനാൻ ദേശത്ത് കാൽവെച്ചതുപോലെ നമ്മുടെ ആത്മീയ യാത്ര പൂർത്തീകരിച്ച് സ്വർഗത്തിൽ നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന നിത്യതയിൽ എത്തുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ ഏറെ സന്തോഷത്തോടെ യാത്ര ചെയ്യുവാൻ ദൈവം നമ്മെ വിളിച്ച് വേർതിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പൂർണ്ണതയോടുകൂടെ, പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും അങ്ങയോട് ചേർന്ന് ഇരിക്കുവാനും യോശുവായും കാലേബും അനുഗ്രഹിക്കപ്പെട്ടതുപോലെ ഞങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാനും, ഞങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ കൂടാതെ, ശാപങ്ങൾ കൂടാതെ, രോഗങ്ങൾ കൂടാതെ, ഞങ്ങളുടെ ജീവിതം പാതി വഴിയിൽ തീർന്നു പോകാതെ അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് അങ്ങയുടെ മക്കളായി ജീവിച്ച് ജീവിതത്തിന്റെ എല്ലാ അർത്ഥതലങ്ങളെയും ദൈവം ആഗ്രഹിക്കുന്ന എല്ലാ മേഖലകളെയും പൂർത്തീകരിച്ച് ഞങ്ങൾക്ക് വിജയം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിനോട് ചേർന്ന് പൂർണ്ണമായി ചേർന്നിരിക്കുവാൻ ഞങ്ങൾക്കുള്ള ഓരോ പ്രാർത്ഥനാ അവസരങ്ങളും കൃത്യമായി ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. 2025 മുഴുവനും ഞങ്ങൾക്ക് അനുഗ്രഹമായി ദൈവം ആക്കി തീർക്കണമേ. ദൈവമേ, നിന്റെ സ്നേഹവും നിന്റെ കരുതലും നിന്റെ ഞങ്ങൾക്ക് വേണ്ടിയുള്ള രക്ഷാകരമായ ക്രൂശ് മരണവും എല്ലാം ഞങ്ങൾ ഓർത്ത് അങ്ങയെ വാഴ്ത്തുകയാണ്. ഈ സമയം ഈ പ്രാർത്ഥനയിൽ സംയോജിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുവിന്റെ കാര്യങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളും ഞങ്ങളായിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളും യേശുവിനോട് കൂടുതൽ അടുത്തിരിപ്പാൻ, ദൈവത്തോട് കൂടുതൽ ചേർന്നിരിപ്പാൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും കൂടെ ദൈവത്തെ മഹത്വീകരിക്കുവാൻ
സംഗതിയാകണമേ എന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. രോഗികളെയും വിവിധങ്ങളായ ഭാരങ്ങളോടും വിവിധങ്ങളായ ബുദ്ധിമുട്ടുകളോടും വിവിധങ്ങളായ സങ്കടങ്ങളോടും കൂടെ ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങേക്ക് അസാധ്യമായി യാതൊരു കാര്യവുമില്ലല്ലോ. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ അങ്ങയുടെ കരം വെക്കണമേ. യോശുവായും കാലേബും അനുഗ്രഹിക്കപ്പെട്ടതുപോലെ ഈ വർഷം മുഴുവനും നിന്നോട് ചേർന്ന് നിന്ന് അനുഗ്രഹത്തിന്റെ സാക്ഷ്യങ്ങൾ 2025 ഡിസംബർ മാസം 31 ഓർത്ത് നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. എല്ലാ പ്രായത്തിലുമുള്ള ആളുകളെ, കുഞ്ഞുങ്ങളെ മുഴുവനായും യേശുവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും എല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പൂർണ്ണ മനസ്സോടുകൂടെ നിന്നെ സ്നേഹിപ്പാൻ, സഹോദരങ്ങളെ സ്നേഹിപ്പാൻ നീ ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കെല്ലാം ദൈവം ഉത്തരം തരുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ.